ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഏതൻസ് കിച്ചൺ. നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്കാണ് ഉണ്ടാക്കുന്നത്. ഗോതമ്പ് ശർക്കര ഉപയോഗിച്ച് ഓവനില്ലാതെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കേക്കാണിത്. കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് പുളിപ്പില്ലാത്ത തൈരോ അല്ലെങ്കിൽ യോഗോട്ടോ നമുക്കെടുക്കാം. ഒരു 6 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തൈരിലേക്ക് നമുക്ക് 1 കപ്പ് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. മധുരം കുറച്ചാണ് വേണ്ടതെങ്കിൽ നമുക്കൊരു 1/4 കപ്പ് ശർക്കര ചേർത്താലും മതി. ശർക്കരയും തൈരും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ശർക്കര നന്നായിട്ട് അലിഞ്ഞ് കിട്ടണം. അതിലേക്ക് ഒരു 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ടത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം. അതിനായിട്ട് ഞാൻ 1/4 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഗോതമ്പ് പൊടിയിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ളുപ്പും കൂടെ ചേർത്ത് 2 പ്രാവശ്യം അരിച്ചെടുത്ത് മാറ്റി വയ്ക്കും. നേരത്തെ കലക്കി വെച്ചിരുന്ന ശർക്കരയിലേക്ക് നമുക്ക് 1/3 കപ്പ് സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ ഏതെങ്കിലും ഓയിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഓയിൽ ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അരിച്ചു വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി കുറേശ്ശെ ഇട്ട് കട്ടകളില്ലാതെ ഇതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ച് നമുക്ക് ഇളക്കിയെടുക്കാം. വിസ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇല്ലാതെ ഇളക്കിയെടുക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള തടിത്തവിയോ ഏതെങ്കിലും സ്പൂണോ ഉപയോഗിച്ച് ഇളക്കിയെടുത്താലും മതി. അങ്ങനെ നമ്മുടെ ഗോതമ്പ് പൊടിയെല്ലാം ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇളക്കിയെടുത്തപ്പോൾ നല്ല കട്ടിയായിട്ടാണ്, തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അതിലേക്ക് നമുക്ക് 2-3 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് ഇളക്കിയെടുക്കാം. പാലിന് പകരം വെള്ളം ചേർത്ത് കൊടുത്താലും മതി. ഇതിലേക്ക് 1/4 കപ്പ് നട്ട്സും കൂടെ ചേർത്ത് ഇളക്കിയെടുക്കാം. മാവെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഇനി ബേക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പാത്രം എടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് എണ്ണ പുരട്ടി കൊടുക്കാം. എണ്ണ പുരട്ടിയതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ താഴെയും സൈഡിലുമായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചതിന് ശേഷം എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പോകാനായിട്ട് നമുക്ക് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. കേക്കിൻ്റെ ബാറ്ററിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കേക്ക് ബേക്ക് ചെയ്യുന്നത് ഒരു ഇഡ്ഡലി പാത്രത്തിലാണ്. അപ്പോൾ ഇഡ്ഡലി പാത്രം ആദ്യമേ ഒരു 5 മിനിറ്റ് മുമ്പ് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ചൂടാക്കി കൊടുക്കണം. ബേക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒരു റിങ്ങോ ഏതെങ്കിലും ഒരു പാത്രം വെച്ച് കൊടുക്കുക. അതിന് മുകളിൽ വേണം കേക്കിൻ്റെ ടിൻ വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ടത് മൂടി വെച്ച് ഒരു 40 മുതൽ 45 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. 40 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ബേക്കായോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് കുത്തി നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് ബേക്കായി എന്നുള്ളതാണ്. ബേക്കായി വന്നില്ലെങ്കിൽ ഒരു 5-10 മിനിറ്റും കൂടെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ബേക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ 180 ഡിഗ്രിയിൽ 40 to 45 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. കേക്ക് തണുത്തതിന് ശേഷം പിറ്റേ ദിവസം മുറിക്കുന്നതാണ് നല്ലത്. നല്ല ഹെൽത്തിയും സോഫ്റ്റും ആയിട്ടുള്ള കേക്ക് റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.